നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകൾ ഓം നമഃശിവായ എന്ന ഈ മഹാമന്ത്രം പതിവായി ചൊല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുന്നത്. ഈ പഞ്ചാക്ഷരി സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ചൊല്ലാവുന്നതാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വീഡിയോ മുഴുവനും ശ്രദ്ധയോടെ കണ്ടാൽ ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ശക്തിയുള്ളതാണ് ഈ പഞ്ചാക്ഷര മന്ത്രം. പക്ഷേ ഒരൊറ്റ കാര്യം ഉറപ്പായും ശ്രദ്ധിച്ചിരിക്കണം. അതായത് മന്ത്രത്തിന് ഒരു വിധിയുണ്ട്. അതിനെയാണ് നമ്മൾ മന്ത്രവിധി എന്ന് പറയുന്നത്. അതറിഞ്ഞനുസരിച്ച് ചൊല്ലേണ്ട സമയത്ത് ചൊല്ലേണ്ടതുപോലെ ചൊല്ലിയാൽ മാത്രമേ അതിൻ്റെ ആ ഒരു പരിപൂർണ ശക്തി എന്താണെന്ന് നമുക്ക് കൃത്യമായി അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിരവധി മന്ത്രങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ആരെങ്കിലും ഒരു വേള നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് മന്ത്രം, എന്താണ് അതിൻ്റെ ശക്തി എന്നൊരാൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരമായിരിക്കും അയാൾക്ക് കൊടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ പറയുക. ഇതിൽ നിങ്ങളുടെ ഉത്തരം അത് എന്തുതന്നെയാണെങ്കിലും അത് യാതൊരു സങ്കോചവും കൂടാതെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. തെറ്റിപ്പോകും എന്നുള്ള ആ ഒരു ഭയം വേണ്ട. ഇതിലൂടെ എത്ര പേർക്ക് മന്ത്രം എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതുന്ന ഉത്തരം നമുക്കൊന്ന് പരസ്പരം പരിശോധിക്കാം. ഇതിൽ ആധികാരികമായിട്ട് അനുഭൂതി ലഭിച്ച ആചാര്യന്മാർ അവരുടെ അനുഭൂതി പ്രകാരം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തി ശാസ്ത്രവിധി പ്രകാരം, അതായത് ഗുരു ഉപദേശപ്രകാരം കൃത്യമായിട്ടാണ് ഈ മന്ത്രം ജപിക്കുന്നതെങ്കിൽ അതൊരു വില്ലിൽ നിന്ന് കൊടുക്കുന്ന അസ്ത്രം പോലെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ചെന്ന് തറയ്ക്കും എന്നാണ്. എന്നാൽ യാതൊരുവിധ ഗുരുപദേശവുമില്ലാതെയും ഈ മന്ത്രം ജപിക്കാം. അങ്ങനെ ജപിച്ചു എന്ന് വെച്ച് ഇതുകൊണ്ട് യാതൊരുവിധ നഷ്ടവും സംഭവിക്കാൻ പോകുന്നുമില്ല. പക്ഷേ അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേൽ പറഞ്ഞതുപോലെ അസ്ത്രം പോകുന്നത് വില്ലിൽ നിന്നാകില്ല. പകരം ആ വ്യക്തി അയാളുടെ കൈകൊണ്ട് തൻ്റെ മുന്നിൽ ആ ലക്ഷ്യത്തിലേക്ക് അസ്ത്രമെടുത്ത് എറിയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഉദാഹരണത്തിൽ നിന്നും ഏത് സാധാരണക്കാരനും ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് കൈകൊണ്ട് എടുത്തെറിയുന്ന അസ്ത്രത്തേക്കാൾ വില്ലിൽ നിന്ന് കൊടുക്കുന്ന അസ്ത്രത്തിന് വേഗതയും പ്രഹരശേഷിയും കൃത്യതയും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അറിവുള്ള ആളുകൾ പറയുന്നത് ഏതെങ്കിലും ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ട് ഒന്നുമല്ല നമ്മൾ മന്ത്രം തിരഞ്ഞെടുത്ത് ജപിക്കേണ്ടത്. പകരം പ്രസ്തുത മന്ത്രം ജപിച്ച് അനുഭൂതി ലഭിച്ച ഒരു ആചാര്യ ശ്രേഷ്ഠനിൽ നിന്ന് വേണം നിങ്ങളത് കൃത്യമായി കേട്ടു മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കേണ്ടത്. എന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അത്യാവശ്യ സമയങ്ങളിൽ പ്രയോജനപ്പെടുകയുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ ഒന്ന് സ്റ്റെപ്പായി നോക്കി മുന്നോട്ട് പോകാം. ആദ്യമായി ഓം നമഃശിവായ എന്ന മന്ത്രത്തിൻ്റെ അർത്ഥവും ശക്തിയും എങ്ങനെ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കണം എന്നൊന്ന് നോക്കാം. ഓം എന്നാൽ ഈ സൃഷ്ടിയുടെ ആദിനാദം, നമ എന്നാൽ സ്വയം സമർപ്പണം, ശിവായ എന്നാൽ സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന പരമശക്തി. അതായത് എൻ്റെ എല്ലാ ഭാരങ്ങളും പരമശിവനിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ ആ ഒരു അന്തരാർത്ഥം. ഈ പഞ്ചാക്ഷരി ലളിതമായി പറഞ്ഞാൽ ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി അടുത്തത്, സ്ത്രീകൾക്ക് ഈ മന്ത്രം പ്രത്യേകതമാകുന്നത് എന്തുകൊണ്ട്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരു കുടുംബജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ പുരുഷനെ സംബന്ധിച്ച് ഒരൊറ്റ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ, ജോലി ചെയ്യുക, കുടുംബം പുലർത്തുക. എന്നാൽ ഇവിടെ സ്ത്രീകളിൽ വരുന്ന ഉത്തരവാദിത്തം കുടുംബം, ഭർത്താവ്, മക്കൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇത് നാലുമാണ് പ്രധാനമായിട്ട് ഇവരുടെ മേൽ വരുന്ന ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവർക്ക് ലഭിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അത് വളരെ വലുതാണ്.
ഈ അവസാനം പറഞ്ഞ ഈ മാനസിക സമ്മർദ്ദങ്ങൾ അവർക്ക് ലഭിക്കുന്ന കൂലിയാണ് എന്ന് പറഞ്ഞാൽ അത് തീർത്തും ഒരു വാസ്തവവുമാണ്. പറയാൻ കാരണം എല്ലാം ഹൃദയത്തിൽ ഒളിപ്പിച്ചാണ് അവർ ജീവിക്കുന്നത് എന്നു വെച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് പറയാൻ അവർക്ക് കഴിയില്ല എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു വാസ്തവം. ഇവിടെയാണ് ഈ മന്ത്രത്തിൻ്റെ പ്രസക്തി യഥാർത്ഥത്തിൽ വരുന്നത്. അതായത് ഇവരുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നത് ഇവർക്ക് താങ്ങാനാവാത്ത ആ ഭാരം ഇറക്കി വെക്കാൻ ഒരു അത്താണി എന്നതുപോലെയാണ് ഇവിടെ ഈ പഞ്ചാക്ഷര മന്ത്രം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരേ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ. ഭഗവാനിൽ പരിപൂർണ ഭക്തിയോടെ ലയിച്ചിരുന്ന് ജപിക്കാൻ നിങ്ങൾക്ക് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ അതിൽ സിദ്ധി നേടിക്കഴിഞ്ഞു. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക മാറ്റങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും മികച്ച ഉദാഹരണം. അപ്പോൾ അതിൻ്റെ പിൻബലത്തിൽ അതിശയകരമായ വിധം നിങ്ങളുടെ പിന്നീടുള്ള ജീവിതത്തെ നിങ്ങൾ സ്വയം മാറ്റിമറിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി അടുത്തത്, ഈ പഞ്ചാക്ഷര മന്ത്രം പതിവായി ചൊല്ലുന്ന സ്ത്രീകളിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കുന്നു, അനാവശ്യ ഭയം കുറയുന്നു, ഓരോന്നോരോന്ന് ഓർത്തുള്ള കരച്ചിലും വിഷമവും കുറയുന്നു, ഓരോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ആത്മവിശ്വാസം അത് മുൻപത്തേക്കാൾ അധികം വർദ്ധിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളാണ് നിങ്ങളിൽ ഏറ്റവും ആദ്യമായി കണ്ടു തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, അതായത് ലക്ഷക്കണക്കിന് സ്ത്രീകളും ഈ ഒരു കാര്യത്തിൽ ഒരേ സ്വരത്തിൽ പറയുന്ന ആ ഒരു ഏകവാചകം എന്തെന്നാൽ, ഈ മന്ത്രം ചൊല്ലാൻ തുടങ്ങിയ ശേഷം എൻ്റെ മനസ്സ് വളരെ, അതായത് ഒരുപാട് ലഘുവായി എന്ന് അഭിപ്രായപ്പെടുന്നു. ധാരാളം സ്ത്രീകൾ ഒരു അത്ഭുതം എന്നോണമാണ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, ഈ സ്ത്രീകളുടെ മനസ്സ് ശാന്തമായാൽ ആ കുടുംബം ശാന്തമാകും എന്നത് ഒരു പരമാർത്ഥ സത്യമാണ്. അപ്പോൾ ഈ മന്ത്രം പതിവാക്കിയ സ്ത്രീകൾക്കുള്ള വീട്ടിൽ സംഭവിക്കുന്നത് വഴക്കുകൾ കുറയും, ഭർത്താവുമായി നല്ല സ്വരച്ചേർച്ചയിലുള്ള ബന്ധം ഉണ്ടാകും, മക്കളുടെ പഠനത്തിലും പെരുമാറ്റത്തിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ ആ ഒരു എനർജി നിങ്ങളിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും സ്വയം പ്രവേശിക്കുന്നതാണ് ഇതിനു കാരണം. ഇനി അടുത്തത്, ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, ഓം നമഃശിവായ മന്ത്രം ശരീരത്തിൻ്റെ ഊർജ കേന്ദ്രങ്ങളിലെ സന്തുലിതമാക്കുന്നു. അതുകൊണ്ട് തലവേദന കുറയുന്നു, ഉറക്കമില്ലായ്മ മാറുന്നു, ഹോർമോൺ പ്രശ്നങ്ങൾ, അതായത് ഹോർമോൺ ഇൻബാലൻസിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ആശ്വാസം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഗർഭധാരണത്തിന് പോലും സഹായകരമാകുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇനി അടുത്തതായിട്ട് നോക്കുന്നത്, ഈ മന്ത്രം എപ്പോൾ എങ്ങനെ ചൊല്ലണം എന്നതാണ് പറയാൻ പോകുന്നത്. രാവിലെ പ്രഭാതം സന്ധ്യക്ക് അല്ലെങ്കിൽ വൈകുന്നേരം പ്രദോഷ സന്ധ്യക്കും ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു നേരം ചൊല്ലാൻ മാത്രമേ നിങ്ങൾക്ക് സമയമുള്ളൂ എങ്കിൽ അങ്ങനെയുമാകാം. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് രാവിലെ ഇരുട്ട് മാറി പകൽ വെളിച്ചം കടന്നു വരുമ്പോഴും വൈകുന്നേരം പകൽ വെളിച്ചം മാറി ഇരുട്ട് കടന്നു വരുമ്പോഴുമാണ് ഈ മന്ത്രം ജപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഇനി എത്ര പ്രാവശ്യം ഈ മന്ത്രം ജപിക്കണമെന്ന് ചോദിച്ചാൽ, ഒരൊറ്റ ഇരുപ്പിൽ ഏറ്റവും കുറഞ്ഞത് 21 പ്രാവശ്യം അല്ലെങ്കിൽ 108 പ്രാവശ്യം, ഇത്രയും നിങ്ങൾ തുടക്കത്തിൽ ജപിച്ചാൽ മതിയാകും. എന്നാൽ അത് കഴിഞ്ഞാൽ 1008, അത് കഴിഞ്ഞാൽ 1,01,000 പ്രാവശ്യവും ജപിക്കാവുന്നതാണ്. ഒരേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ശുദ്ധമായ മനസ്സോടെ സൗമ്യമായി ചൊല്ലാവുന്ന മാത്ര എത്രയാണോ അതാണ് നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ 5 തിരിയിട്ട് തെളിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുൻപിലിരുന്ന് ജപിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഈ പറഞ്ഞ പ്രകാരം ജപിച്ചു നിങ്ങൾ പദം വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദൂരയാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോഴോ എന്ന് വേണ്ട ഏത് സമയങ്ങളിലോ നിങ്ങളുടെ മനസ്സിൽ ഇത് റെക്കോർഡ് ചെയ്തു വെച്ചതുപോലെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് ജപിച്ചുകൊണ്ടേയിരിക്കാം. ഇനി ഒരു പക്ഷേ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ആണെങ്കിൽ അവിടെ നിലവിളക്ക് തെളിയിക്കാൻ സാധിച്ചേക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചന്ദനത്തിരി തെളിച്ചു വെച്ച് ജപിച്ചാലും മതി.
ഇപ്പോൾ ഈ പറഞ്ഞ വിവരങ്ങൾ കൃത്യമായിട്ട് കേട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു നോക്കുക. തീർച്ചയായും ഈ ഉദ്യമത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കും. ഇതിന് ഇത്ര ദിവസം എന്നൊരു കണക്കില്ല. നിങ്ങൾക്ക് ജീവിത അവസാനം വരെ ഈ പഞ്ചാക്ഷരി ജപിക്കാം. അതുപോലെ തന്നെ ഈ നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ മാത്രം, അതായത് അങ്ങനെയുള്ള മാറിയിരിക്കേണ്ട ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ ഈ മന്ത്രജപം ഒഴിവാക്കിയാൽ മതി. ഈ പറഞ്ഞത് കൂടാതെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി തീർച്ചയായും ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.